സംസ്ഥാനത്തെ വാഹന പരിശോധനയ്ക്ക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുതലുള്ള ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകണമെന്നാണ് ഇപ്പോൾ DGP പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കണമെന്നാണ് DGPയുടെ ആവശ്യം കൂടി. ഇതിൽ എന്ത് നിലപാടായിരിക്കും ഇനി സർക്കാർ എടുക്കാൻ പോകുന്നത്? കാരണം പലപ്പോഴും ഈ വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ജൂനിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും അതിൽ ഇടപെടുന്നത്. അവർക്കൊക്കെ തന്നെ ചില ആളുകൾ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഈ വാഹന പരിശോധനയൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. ഈ ഒരു ആവശ്യമാണ് DGP മുന്നോട്ട് വയ്ക്കുന്നതും. തീർച്ചയായും രജനി, ഗ്രേഡ് SI മുതലുള്ള ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തി പിഴ ഈടാക്കരുത് എന്നായിരുന്നു നേരത്തെ ആഭ്യന്തര വകുപ്പ് അറിയിച്ചിരുന്നത്. 1988 മോട്ടോർ വാഹന വകുപ്പ് ചട്ടപ്രകാരമാണ് ഇത്തരത്തിൽ സബ് ഇൻസ്പെക്ടർ റാങ്ക് മുതൽ ഉദ്യോഗസ്ഥർ സബ് ഇൻസ്പെക്ടർ മുതലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ പിഴ ഈടാക്കേണ്ടത് എന്നൊരു നിയമം ഉണ്ടായിരുന്നു. ഇത് പിൻവലിച്ച് ഗ്രേഡ് SI വരെയുള്ള ഉദ്യോഗസ്ഥരും സംസ്ഥാനത്ത് വാഹന പരിശോധനയ്ക്കിടെ ഇത്തരത്തിൽ വാഹന പരിശോധന നടത്താനും പിഴ ഈടാക്കാനുമുള്ള അധികാരം നൽകണമെന്നാണ് ഇപ്പോൾ DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ സംസ്ഥാനത്ത് ഗ്രേഡ് SIക്ക് മുതലുള്ള റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥരിലെ അപര്യാപ്തതയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവുമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് DGP കത്ത് നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന വാഹന പരിശോധനയിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം അപര്യാപ്തമാണ്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കേസുകൾ അതുപോലെ അന്വേഷണങ്ങളൊക്കെ വരുന്ന സമയത്തും അധികമായി വാഹന പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒരു പക്ഷേ ആ സമയത്തും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഈ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളും പോലീസുമായി പല രീതിയിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള തർക്കങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഗ്രേഡ് SI മുതലുള്ള ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിലൂടെ പിഴ അല്ലെങ്കിൽ പരിശോധനയിലൂടെ പിഴ ഈടാക്കാനുള്ള അനുമതി നൽകണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പിഴ ഈടാക്കുന്ന പിഴ അതായത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വേണം ഇത്തരത്തിൽ തുക ഈടാക്കേണ്ടത് എന്നും ഇതോടൊപ്പം തന്നെ ഒരു സർക്കുലർ ഇറക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും ഗ്രേഡ് SIക്ക് മുകളിൽ റാങ്കുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് ഈ പിഴ ഈടാക്കുന്നത്. അതിലുപരി റാങ്കിൽ കുറഞ്ഞ സബ് ഇൻസ്പെക്ടറിൽ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൂടി അനുമതി നൽകണമെന്നാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അതായത് ഗ്രേഡ് SIമാർക്ക് അനുമതി ഇല്ല എന്ന് നേരത്തെ ആഭ്യന്തര വകുപ്പ് ഈ DGP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ അറിയിച്ചിരുന്നു. അതിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് പിന്മാറണം, ഗ്രേഡ് SIമാർക്കും കൂടി അധിക അവസരം കൊടുക്കണം എന്നല്ലെങ്കിൽ അവർക്ക് കൂടി അനുമതി നൽകണമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പ്രദേശത്ത് കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ചെക്കിംഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിയോഗിക്കാം. അപ്പോൾ പൊതുജനങ്ങളുമായി തർക്കം വരുന്ന ഒരു ഘട്ടം അവിടെ ഇല്ലാതാവും. അപ്പോൾ നിയമം വഴി മാത്രമേ ഇത്തരത്തിലൊരു സൗകര്യം കൂടി ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് അനുമതി നൽകണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉത്തരവ് ഇറക്കണമെന്നാണ് ഇപ്പോൾ നിലവിൽ ആഭ്യന്തര വകുപ്പിനോട് DGP ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്.